വാഗമണ്ണിലേക്കുള്ള യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് വെള്ളിക്കുളം ഇടവക ഒന്ന് സന്ദർശിക്കാം എന്ന് ഞങ്ങൾ തീരുമാനമെടുത്തത്. വെള്ളിക്കുളം ഇടവകയിലെ മനോഹരമായ ഒരു ഗ്രോട്ടോ കൂടിയുണ്ട്. ആ ഗ്രോട്ടോ ലൂർദ് ഗ്രോട്ടോ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അത് മാത്രമല്ല ഒത്തിരിയേറെ കടകള് ഈ ഒരു സമീപ ഭാഗത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ യാത്രയ്ക്കായിട്ട് എത്തിച്ചേരുന്നവർക്ക് അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് യാത്ര ആരംഭിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് ഈ ഒരു വെള്ളിക്കുളം ഇടവകയുടെ മുൻഭാഗത്തായിട്ട് നിലകൊള്ളുന്ന ഈ ഒരു ഗ്രോട്ടോയുടെ ഒരു പ്രത്യേകത എന്ന് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പാറയുടെ ഇടുക്കില് ആ ഒരു പാറ തുരന്നാണ് ഈ ഒരു ഗ്രോട്ടോ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അന്തോണീസ് പുണ്യവാളന്റെ നാമധേയത്തിലുള്ള ഒരു ദേവാലയമാണ് വെള്ളിക്കുളം എന്ന് പറയുന്നത്. ചെറിയ ദേവാലയമാണെങ്കിൽ പോലും ഈ ഒരു വാഗമൺ റൂട്ടിലുള്ള അതിമനോഹരമായ ഒരു ദേവാലയം. അതുതന്നെയാണ് ധാരാളം ആളുകൾ ഈ ഒരു വെള്ളിക്കുളം ദേവാലയം കാണുവാൻ വേണ്ടിയിട്ടും, അത് മാത്രമല്ല ഈ അടുത്ത കാലത്തായിട്ട് ഒത്തിരിയേറെ പബ്ലിസിറ്റി ലഭിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ദേവാലയത്തോടനുബന്ധിച്ചൊരു പാറമട ഉണ്ടെന്നും അത് മനോഹരമായ ഒരു കുളമാക്കി മാറ്റിയിരിക്കുന്നെന്നും ആ കുളത്തില് നല്ല ഒരു വള്ളം ഈ അടുത്ത കാലത്തായിട്ട് നിർമ്മിച്ച് ഇട്ടിട്ടുണ്ടെന്നും ആ പാറമടയ്ക്കുള്ളിലൂടെ ഈ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുവാൻ സാധിക്കും എന്നൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെ പ്രധാനമായിട്ടും ഒരു സന്ദർശനം നടത്തുവാൻ വേണ്ടി ഞാൻ ഇടവന്നത്. ചുറ്റുപാട് നോക്കി കഴിയുമ്പോൾ വാഗമണ്ണിന്റെ മനോഹാരിത മുഴുവനും ഈ ഒരു ദേവാലയത്തിന്റെ മുറ്റത്ത് നിന്ന് ഒപ്പിയെടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത്രമാത്രം മലനിരകളോട് കൂടി ചേർന്ന മനോഹരമായ ദൃശ്യഭംഗികൾ ഈ ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു പാറമടയിലേക്ക് വരാം. വിദേശികളെ പോലും ഏറെ ആകർഷിക്കുകയും ഏറെ സന്ദർശനത്തിന് വഴിതെളിക്കുകയും ചെയ്ത പാറമട ഇതാണ്. ഇവിടെയാണ് ഈ ഒരു ബോട്ട് നിലകൊള്ളുന്നത്. വിദേശികൾക്ക് പോലും ഈ ഒരു ബോട്ടിലൂടെ ഈ ഒരു കുളത്തിൽ യാത്ര ചെയ്യുവാൻ പല പ്രാവശ്യം സാധിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോയൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വന്നതിന്റെ വെളിച്ചത്തിലാണ് ഈ വെള്ളിക്കുളം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഞാനും എത്തിച്ചേരുവാനുള്ള പ്രധാന കാരണം. പറ്റുമെങ്കിൽ ഒരു ബോട്ട് യാത്ര നടത്തണം. നിർഭാഗ്യവശാൽ ഞങ്ങൾ എത്തിച്ചേർന്ന സമയത്ത് ഈ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾക്ക് ബോട്ട് കാണുവാൻ സാധിച്ചത്. കാരണം മഴക്കാലമാണ്, ബോട്ട് അതിന്റെ പൂർണ്ണതയിൽ പ്രവർത്തനം നടത്തുന്നില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കിയത്.